കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയിലധികം സ്വർണം കവർന്ന കേസിൽ അന്വേഷണം ഊർജിതം. കവർച്ച നടത്തിയ 4-അംഗ സംഘം സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണെന്ന് കണ്ടെത്തി. കൊടുവള്ളിയിൽ വ്യാപാരിയിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികളെത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വാഹനത്തിലെന്ന് തെളിഞ്ഞു. CCTVയിൽ പതിഞ്ഞ വെള്ളക്കാറിന്റെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് തെളിഞ്ഞത്. CCTV കേന്ദ്രീകരിച്ചും മറ്റും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊടുവള്ളി മുതൽ മാനിപുരം വരെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച CCTV പോലീസ് പരിശോധിച്ചു. കൊടുവള്ളി CI KP അഭിലാഷിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. താമരശ്ശേരി DYSP AP ചന്ദ്രൻ, വടകരയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധർ എന്നിവർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ബുധനാഴ്ച രാത്രി 10 മണിയോടെ കൊടുവള്ളി ഓമശ്ശേരി റോഡിൽ മുത്തമ്പലത്ത് വെച്ചാണ് കടയടച്ച് വീട്ടിൽ പോകുകയായിരുന്ന മുത്തമ്പലം കാവിൽ ദീപത്തിൽ ബൈജുവിൽ നിന്ന് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച ബൈജുവിനെ കാറിൽ വന്ന സംഘം ഇടിച്ചിടുകയായിരുന്നു. കാർ നിർത്തി 3 പേർ ഇറങ്ങി വന്ന് സ്കൂട്ടറിൽ വെച്ചിരുന്ന ബാഗ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ബാഗ് പിടിച്ചു വാങ്ങാൻ ശ്രമം നടത്തിയെങ്കിലും ബൈജുവിനെ തള്ളിയിട്ട് സംഘം കടന്നു കളയുകയായിരുന്നു. ഇവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതായും ബൈജു പറഞ്ഞു. റോഡിൽ വീണ തന്നെ സഹായിക്കാനാണ് സംഘം കാറിൽ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് വെച്ചിരുന്ന സ്വർണമടങ്ങിയ ബാഗ് പെട്ടെന്ന് തന്നെ ഇവർക്ക് ലഭിച്ചതിനാലാണ് സംഘം കടന്നു കളഞ്ഞതെന്നും അല്ലെങ്കിൽ തന്നെ ആക്രമിക്കുമായിരുന്നുവെന്നും ബൈജു പറയുന്നു. സ്കൂട്ടർ മറിഞ്ഞ് ബൈജുവിന്റെ വലതു കൈക്കും വലതു കാലിനും പരിക്കുണ്ട്. വർഷങ്ങളായി കൊടുവള്ളിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണ യൂണിറ്റ് നടത്തിവരികയാണ് ബൈജു. ന്യൂസ് ബ്യൂറോ, കൊടുവള്ളി.